നമസ്കാരം. 2019 ഫെബ്രുവരി മാസം 17 രാത്രി ഏതാണ്ട് 7:45 കല്യാട്ടെ പെരുങ്കളിയാട്ടത്തിൻ്റെ ആലോചനാ യോഗത്തിന് ശേഷം ബൈക്കിലെത്തുകയായിരുന്നു കൃപേഷും ശരത്ലാലും. ഒരുവന് 22 വയസ്സും സഹായിയായ മറ്റവന് 19 വയസ്സും. കല്യാട്ടും പെരിയ പ്രദേശത്തും കഴിഞ്ഞ 2 വർഷമായി രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുകയാണ്. അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫണ്ട് അനുവദിച്ചതിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് സ്ഥലം MLA ആയ KV കുഞ്ഞിരാമൻ്റെ ഫ്ലെക്സ് ബോർഡ് ആരോ നശിപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ സംഘർഷമാണ്. പിന്നീട് അത് പലതരത്തിലേക്ക് വളർന്നു, പലതവണ ആക്രമിക്കപ്പെട്ടു, പല കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു. അതിനിടയിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവായ പീതാംബരൻ, അദ്ദേഹം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമൊക്കെയാണ്, പീതാംബരൻ ആക്രമിക്കപ്പെടുന്നത്. അതിൻ്റെ വാശി തീർക്കാനാണ് പീതാംബരൻ്റെ നേതൃത്വത്തിൽ 8 അംഗ CPM കാബാലിക സംഘം ശരത്ലാലിനെയും കൃപേഷിനെയും തടഞ്ഞു നിർത്തി കൊന്നത്. കൃപേഷിൻ്റെ തല വെട്ടിപ്പിളർന്ന് തലച്ചോർ വെളിയിലെടുത്തു. ശരത്ലാലിൻ്റെ നെറ്റിയിലും ചെവിയിലും ആഴത്തിൽ വലിയ വടിവാൾ കൊണ്ട് വെട്ടി. ഇരുവരുടെയും ശരീരത്തിൽ 10ഉം 20ഉം മുറിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. 2 പേരും പാവപ്പെട്ട കുടുംബത്തിലെ പൊതുപ്രവർത്തകരാണ്. അവരുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മൃതദേഹം നേരെ ചൊവ്വെ കാണാൻ പോലും CPM കാബാലികർ അനുവദിച്ചില്ല. അവർക്ക് ഉറപ്പായിരുന്നു പിണറായി ഭരിക്കുമ്പോൾ കണ്ണൂരിൽ ഇതിനു മുൻപ് പല കലാപങ്ങളും കൊലപാതകങ്ങളും നടത്തിയിട്ടും എല്ലാവരും രക്ഷപ്പെട്ട സാഹചര്യമുള്ളതുകൊണ്ട് ആകപ്പാടെ അവർക്ക് പാളിച്ച പറ്റിയത് TP ചന്ദ്രശേഖരൻ കേസിൽ മാത്രമാണ്. അത് ഒത്തുതീർപ്പിന് വഴങ്ങാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലപാടെടുത്തു, അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന. അതുകൊണ്ട് തന്നെ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എല്ലാം ശരിയാക്കിയെടുക്കാമെന്ന്. അതുകൊണ്ട് തന്നെ കൊല നടത്തിയ 8 പേരും CPMൻ്റെ സഹായം തേടുന്നു. 5 പേർ അവരെ സഹായിച്ചു, 2 പേർ ഗൂഢാലോചന നടത്തി. ആ 14 പേരെയും ഒടുവിൽ എറണാകുളത്തെ പ്രത്യേക കോടതി, CBI കോടതി അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് ശേഷാദ്രിനാഥൻ ശിക്ഷിച്ചിരിക്കുന്നു. നേരിട്ട് കൊലപാതകം നടത്തിയ 8 പേർക്ക് ഇരട്ട ജീവപര്യന്തമാണ്. ഗൂഢാലോചന നടത്തിയ 2 പേർക്കും ഇരട്ട ജീവപര്യന്തമുണ്ട്. കൂടാതെ CPM നേതാക്കളായ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെയുള്ള മുൻ MLA വരെയായിരുന്നു, അതായത് കൊലപാതകം നടക്കുമ്പോൾ MLA വരെയായിരുന്നു കുഞ്ഞിരാമൻ അടക്കമുള്ള 5 പേർക്ക് തെളിവ് നശിപ്പിച്ചതിനും പ്രതിയെ സഹായിച്ചതിനുമാണ് ശിക്ഷ. 5 വർഷം വീതമാണ് അവർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നത്. ജീവപര്യന്തം എന്നാൽ എന്തേ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയൊന്നുമില്ല. പല കോടതി വിധികളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും സർക്കാർ അത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുന്നു. 14 വർഷം തടവ് അനുഭവിച്ചാൽ മതി ജീവപര്യന്തം എന്നൊരു വ്യാഖ്യാനമുണ്ട്. അങ്ങനെയല്ല, ജീവിതകാലം മുഴുവൻ തടവ് എന്നാണ് ജീവപര്യന്തത്തിൻ്റെ അർത്ഥമെന്ന് വേറൊരു വിഭാഗം പറയുന്നു. ഇരട്ട ജീവപര്യന്തം എന്നാൽ 2 ജീവപര്യന്തമായതുകൊണ്ട് 28 വർഷം എന്ന വ്യാഖ്യാനവുമുണ്ട്. പക്ഷെ വ്യാഖ്യാനമൊക്കെ കൊടുക്കുന്നത് നിർഭാഗ്യവശാൽ ഇവരെയൊക്കെ കൊല ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന സർക്കാരുകളാണ്. അതുകൊണ്ടാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികൾ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ സമയം പുറത്ത് നടക്കുന്നത്. കൊടി സുനി എന്ന കൊടിവെച്ച ക്രിമിനൽ ജയിലിൽ കിടന്നുകൊണ്ട് പോലും കൊട്ടേഷൻ നടത്തുകയും കൊലപാതക പരമ്പരയ്ക്ക് ആസൂത്രണം നടത്തുകയും ചെയ്തിട്ടും ഇതാ ഇപ്പോഴും പരോളിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ വിധി എന്താകുമെന്ന് പറയുക പ്രയാസമാണ്. പക്ഷെ പഴയതിനേക്കാൾ ഒരുപാട് കാലം മാറിയിട്ടുണ്ട്. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ജാഗ്രതയോടെ നിലകൊള്ളുന്നതിനാൽ അത്ര എളുപ്പമായെന്ന് വരില്ല. ഇന്നലെ വരെ ആ നാടിനെ നിയന്ത്രിച്ചിരുന്ന ഭരിച്ചിരുന്ന CPMൻ്റെ ഉന്നത നേതാക്കൾ അടക്കമുള്ളവർ ജയിലിൽ കഴിയുന്നു എന്നത് തന്നെ നീതിയുടെ വിജയമാണ്. ഞാൻ ഈ കോടതി വിധി സമഗ്രമായി പരിശോധിച്ചു നോക്കുകയായിരുന്നു. ഏതാണ്ട് 300-ലധികം പേജുണ്ട് അഡീഷണൽ സെഷൻസ് ജഡ്ജി ശേഷാദ്രിനാഥന്റെ വിധി. ഈ ജഡ്ജിയെ പരിചയമുള്ളവർക്കൊക്കെ അറിയാം, മുഖം നോക്കാതെ നിയമം മാത്രം നോക്കി കൃത്യമായി വിധി എഴുതുന്ന ആളാണ്. ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം പരിഗണിച്ചുകൊണ്ടും വിധിക്കുകയില്ല. അദ്ദേഹം വിധി പറയണമെങ്കിൽ നിയമപുസ്തകത്തിൽ കൃത്യമായി എഴുതി വച്ചിരിക്കണം. അതുകൊണ്ടാണ് ഒരു ജഡ്ജിക്ക് എങ്ങനെ ഇത്തരമൊരു കൊലപാതക കേസിൽ ശിക്ഷ വിധിക്കാൻ കഴിയുമോ അത്രയേറെ ജാഗ്രതയോടെ, അത്രയേറെ ഉത്തരവാദിത്വത്തോടെ വിധി പ്രഖ്യാപിച്ചത്. അതിക്രൂരമായ കൊലപാതകമായതുകൊണ്ട് തന്നെ വധശിക്ഷ വേണം എന്നത് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ആവശ്യമാണ്. അത് ന്യായമായ കാര്യം തന്നെ. അങ്ങനെ അവർക്ക് ആവശ്യപ്പെടാൻ കഴിയും. എന്നാൽ അവർ ആവശ്യപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം, അതാണ് പൊതുജന വികാരം എന്നതുകൊണ്ട് മാത്രം ഒരു ജഡ്ജിക്ക് അങ്ങനെ വിധിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് വധശിക്ഷ അനുവദിച്ചിട്ടുണ്ടെങ്കിലും
നമ്മുടെ ഒരു എത്തിക്സ് അതിനെതിരാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ മിക്കയിടത്തും, ബ്രിട്ടൻ അടക്കമുള്ള മിക്ക രാജ്യങ്ങളിലും വധശിക്ഷ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ കൊടുക്കണമെങ്കിൽ റയറസ്റ്റ് ഓഫ് ദി റയർ എന്ന കാറ്റഗറിയിൽ വരണമെന്നും എന്തുകൊണ്ട് ആ കാറ്റഗറിയിൽ വന്നു എന്ന് ജഡ്ജി വിധിന്യായത്തിൽ എഴുതി വയ്ക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇവിടെ തീർച്ചയായും ഇരട്ട കൊലപാതകം അപൂർവമായ ഒന്നാണ്. പക്ഷേ ആദ്യത്തെ ഇരട്ട കൊലപാതകമല്ല കേരളത്തിൽ നടക്കുന്നത്, ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകവുമല്ല. അതുകൊണ്ട് തന്നെ റയറസ്റ്റ് ഓഫ് ദ റയർ എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത് അബദ്ധമായിരിക്കുമെന്നും അത് കൂടുതൽ തർക്കങ്ങൾക്കും ഒടുവിൽ സുപ്രീം കോടതിയിൽ പോയി ഒരുപക്ഷെ ജീവപര്യന്തം പോലും ഇല്ലാതാവുന്ന സാഹചര്യവും സൃഷ്ടിക്കുമെന്ന് ജഡ്ജിക്കറിയാമായിരുന്നു. ഗോവിന്ദചാമിയുടെ കാര്യം മാത്രം എടുക്കുക. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് എന്തായി? അതുകൊണ്ട് തന്നെ ഒരാവേശത്തിന് വേണ്ടി വേണമെങ്കിൽ വധശിക്ഷ വിധിക്കാം. പക്ഷെ അത് അടിസ്ഥാനപരമായി പ്രതികൾക്ക് ഗുണം ചെയ്യുകയേ ഉള്ളൂ. സുപ്രീം കോടതിയുടെ നിലപാട് വധശിക്ഷ പാടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ മാനദണ്ഡത്തിന് വിരുദ്ധമായി വധശിക്ഷ വിധിച്ചാൽ തീർച്ചയായും ഇരട്ട ജീവപര്യന്തം പോലും ഒരു ജീവപര്യന്തമായി താന്നെന്ന് വരാം. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് വാസ്തവത്തിൽ ഇങ്ങനെ സൂക്ഷ്മമായ ഒരു ജഡ്ജ്മെന്റ് വന്നത്. ഇത് മനസ്സിലാക്കാൻ ഹൈബി ഈഡനും രാഹുൽ മാങ്കൂട്ടത്തിലിനും കഴിഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പൊളിറ്റിക്കൽ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ജഡ്ജ് കുറച്ചുകൂടി ജാഗ്രത കാട്ടിയിരുന്നെങ്കിൽ വധശിക്ഷ കൊടുക്കുമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടു. മരണമൊഴിയിൽ പറഞ്ഞവർക്ക് പോലും വധശിക്ഷ കിട്ടിയില്ലെന്ന പരാതിയാണ് ഹൈബി ഈഡന്റേത്. തങ്ങളുടെ സഹപ്രവർത്തകർ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനും ഹൈബി ഈഡനും ഈ പ്രതികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം എന്ന് തോന്നിയതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ നിയമം അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെ നിയമത്തെ വ്യാഖ്യാനിച്ചാൽ അത് അടിസ്ഥാനപരമായി പ്രതികൾക്ക് ഗുണം ചെയ്യുകയേ ഉള്ളൂ. ഈ വിധി സൂക്ഷ്മതയോടെ പരിശോധിക്കുമ്പോൾ ഇതിനെ മൂന്നായി തിരിച്ചിരിക്കുന്നത് കാണാം. ഒന്ന്, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. അവർ 8 പേരാണ്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ. അതിൽ ഒരാളാണ് അറിയപ്പെടുന്ന CPM നേതാവ് പീതാംബരൻ. പീതാംബരൻ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുമ്പോൾ, അത് നടപ്പിലാക്കുമ്പോൾ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, അവിടുത്തെ പ്രമുഖനായ നേതാവാണ്. ബാക്കിയൊക്കെ ഓട്ടോക്കാരും തെങ്ങുകയറ്റക്കാരും അടക്കം പാർട്ടിയുടെ പ്രവർത്തകരാണ്. അവരാണ് കുറ്റവാളികൾ. അവർക്കാണ് ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. ഇനി രണ്ടാമത്തെ വിഭാഗത്തിൽ 2 പ്രതികളാണ്, 10ഉം 15ഉം പ്രതികൾ. ഇവർ 2 പേരും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല. എന്നാൽ ഇവർ ഗൂഢാലോചന നടത്തി എന്ന് തെളിഞ്ഞു. അതായത് ഇവരെ കൊല്ലുക എന്നുള്ള ഗൂഢാലോചനയിൽ ഇവരുണ്ടായിരുന്നു. കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ 2 പേരും കുറ്റക്കാരാണെന്ന് കരുതുന്നത്. ഗൂഢാലോചന എന്ന് പറയുന്ന കുറ്റത്തിന് ശിക്ഷ നിയമത്തിൽ പറയുന്നത് യഥാർത്ഥ കുറ്റകൃത്യത്തിന് എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് അത് കൊടുക്കണമെന്നാണ്. അതായത് കൊലപാതകത്തിനുള്ള അതേ ശിക്ഷ തന്നെ ഗൂഢാലോചനയ്ക്ക് കൊടുക്കണം. ദിലീപിന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഗൂഢാലോചനയാണ്, ബലാത്സംഗമല്ല. ബലാത്സംഗ കുറ്റം പൾസർ സുനിക്കെതിരെയാണ്. പൾസർ സുനിക്ക് കൊടുക്കുന്ന ശിക്ഷ തന്നെയായിരിക്കും ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് തെളിഞ്ഞാൽ ദിലീപിനും കൊടുക്കുന്നത്. ഈ വിധിയിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ഈ 2 പ്രതികളുടെ ശിക്ഷയാണ്. ഇതിലെനിക്ക് സുരേന്ദ്രൻ എന്ന് വിളിക്കുന്ന 15ാം പ്രതിയുടെ ശിക്ഷ ഏറെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ 15ാം പ്രതിയാണ് അന്ന് കോടതിയിൽ കിടന്ന് ബഹളം വെച്ചത്. കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞ ഉടനെ അയ്യോ എന്നെ രക്ഷിക്കണേ, ഞാൻ ചത്തേ എന്ന് പറഞ്ഞ് കാറിക്കൂവി കോടതിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കണം, എനിക്കിനി ജീവിച്ചിരിക്കാൻ താല്പര്യമില്ല എന്ന്. ഒരു പ്രതി മാത്രമാണ് വധശിക്ഷ ചോദിച്ചത്. സ്വാഭാവികമായും കോടതിക്ക് അത് കൊടുക്കാം, കാരണം പ്രതി ചോദിച്ചതാണ്. പക്ഷെ ജഡ്ജ് നിയമം മാത്രം നോക്കുന്നത് കൊണ്ട് കൃത്യമായി ഇരട്ട ജീവപര്യന്തം കൊടുത്തു. ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടും താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ ബഹളം വെച്ച സുര ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുകയാണ്. ഇത് വലിയൊരു പാഠമാണ്. ഇനി 3ാം ഘട്ടത്തിലേക്ക് പോകാം. ഈ 3ാം വിഭാഗത്തിൽ പെടുന്നവരാണ് KV കുഞ്ഞിരാമൻ എന്ന മുൻ MLA-യും രാഘവൻ വെളുത്തോളി എന്ന മുൻ ഏരിയ സെക്രട്ടറിയും KV ഭാസ്കരൻ എന്ന ഏരിയ കമ്മിറ്റി അംഗവും ഉൾപ്പെടുന്നത്. CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർ 3 പേരാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 3 പേരും ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ ഉള്ളവരാണ്. ഈ 3 പേർക്കും 5 വർഷമാണ് തടവ്. അവർ ഗൂഢാലോചനയിൽ പങ്കെടുത്തതായി തെളിവില്ല. എന്നാൽ അവർ ഗൂഢാലോചന നടത്തിയാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പക്ഷെ അതിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവർ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, പ്രതികളെ സഹായിക്കാൻ രംഗത്തിറങ്ങി. അതിക്രൂരമായി കൊലപാതകം നടത്തി 2 പച്ച മനുഷ്യ ജീവൻ വലിച്ചു കീറിയവരെ രക്ഷിക്കാൻ വേണ്ടി ഇവർ രംഗത്തിറങ്ങി. MLA എന്ന തൻ്റെ അഹങ്കാരം ഉപയോഗിച്ചുകൊണ്ട് പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുപോവുക, പ്രതികൾക്ക് ഒളിവ് താമസം ഒരുക്കി കൊടുക്കുക, പ്രതികളെ സഹായിക്കാൻ വേണ്ടി തെളിവ് നശിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തികൾ ചെയ്തു. അതായത് ഗൂഢാലോചനയിൽ പങ്കില്ല, കൊലപാതകത്തിൽ പങ്കില്ല, എന്നാൽ പാർട്ടിക്കാരായതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ടാണ് അവരെ 5 വർഷം ശിക്ഷിച്ചിരിക്കുന്നത്. ഹൈബി ഈഡനും രാഹുൽ മാങ്കൂട്ടത്തിലും
കോൺഗ്രസ് നേതാക്കളുമൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ ഭംഗിയായി, ഇതിനേക്കാൾ മേന്മയോടെ, ഇതിനേക്കാൾ ജാഗ്രതയോടെ ഒരു കോടതിക്കും ശിക്ഷിക്കാൻ കഴിയില്ല. പൊതുജന വികാരമല്ല ഒരു കോടതി തീരുമാനമെടുക്കുമ്പോൾ മാനദണ്ഡമായി എടുക്കേണ്ടത്. ഏറ്റവും അന്തസ്സുള്ള ഒരു ശിക്ഷാവിധിയാണ്. ഈ വിധിയുടെ തുടക്കത്തിൽ തന്നെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറഞ്ഞാണ് ജഡ്ജ്മെന്റ് ആരംഭിക്കുന്നത്. ഇത് വലിയൊരു സന്ദേശമാണ്. കൊലപാതകം നടത്തി സുരക്ഷിതമായി കഴിയാം എന്നാരും കരുതണ്ട, ശിക്ഷിക്കപ്പെടും എന്ന് ഇരട്ട ജീവപര്യന്തം കിട്ടിയ 8 പേർ തെളിയിക്കുന്നു. ഈ കൊലപാതകത്തിന് പാർട്ടിക്കാരെന്ന നിലയിൽ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഗൂഢാലോചനയിൽ പങ്കെടുത്താൽ നിങ്ങളും അതേ ശിക്ഷ അനുഭവിക്കും എന്ന് 2 പേർ 10ാം പ്രതിയും 15ാം പ്രതിയും അനുഭവിക്കുന്ന ഇരട്ട ജീവപര്യന്തം തെളിയിക്കുന്നു. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ, കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അവരും അഴിയെണ്ണേണ്ടി വരുമെന്ന് മറ്റു 3 പേരും തെളിയിക്കുന്നു. ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും നീതിയുക്തമായി നടത്തിയ വിധിയുടെ 292ാമത്തെ പാരഗ്രാഫ് കൂടി വായിച്ചു കേൾക്കേണ്ടതുണ്ട്. അതൊരു സുപ്രീം കോടതി വിധിയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പരാമർശമാണ്. Before parting with the case, this court wished to extract one portion from the judgment Harpal versus Devendra Singh reported in 1997 by the Honorable Court, which has got contextual significance. എന്നിട്ട് പറയാണ് സുപ്രീം കോടതി വിധിയിലെ 28ാമത്തെ പാരഗ്രാഫ്, while at top leaders belonging to different political parties dine together and socialize with each other without any personal acrimony as between themselves, it is pity that they do not encourage that healthy attitude to percolate down to the grassroots level. Tender minds get galvanized on minor issues. Frenzy flares up even on trivialities. Young children and adolescents unaware of the disastrous consequence befalling their own future indulge in vandalism, mayhem and killing spree against their own fellow students. വളരെ ഗൗരവമേറിയ ഒരു പരാമർശമാണ്. മുകളിൽ തട്ടിലുള്ള നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയും വിരുന്നുണ്ണുകയും ചെയ്യുമ്പോഴും അവർ താഴത്തെ തട്ടിലുള്ള അവരുടെ അണികളോട് ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. നിസ്സാരമായ കാര്യങ്ങൾ മതി ഇവരെ ഭിന്നിപ്പിക്കാൻ. ഇവർ ആവേശം തലയിൽ കയറി കൊല്ലുകയും തിന്നുകയും ചെയ്യും. അനുഭവിക്കേണ്ടത് അവരാണ് എന്ന് സുപ്രീം കോടതി ഒരു കേസിൽ പറഞ്ഞത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് സുപ്രധാനമായ വിധി അവസാനിക്കുന്നത്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ആത്മാവിന് ദൈവം മോക്ഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കൊച്ചുമക്കളുടെ ജീവനെടുത്ത പ്രതികൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയ അവരുടെ കുടുംബാംഗങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ. കോടതി വിധിയിൽ നിങ്ങൾക്ക് അതൃപ്തി ഉണ്ടാവുക സ്വാഭാവികം. പക്ഷേ ഇതാണ് ന്യായവിധി. അംഗീകരിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. CPM എന്ന കാബാലിക പാർട്ടി, കൊലപാതക പാർട്ടി, പിണറായി എന്ന കൊടും ക്രൂരന്റെ ചുടുചോരക്കൊതിയിൽ നാടുനീളെ വീണു മരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്കുള്ള പ്രായശ്ചിത്തം കൂടിയാണ് ഈ കോടതി വിധി.